ബിഗ് ബോസ് അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്തുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് ഇതുവരെ നിന്നതിനെക്കുറിച്ച് പറയാനെന്ന് ചോദിക്കുന്നു. അപ്പം അക്ബർ പറഞ്ഞ് ഞാനിത് കണ്ടിട്ടൊന്നും വന്നിട്ടില്ല അധികം എപ്പിസോഡൊന്നും. ഇവിടെ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണ് ഞാൻ കാട്ടിക്കൂട്ടിയെന്നും അറിയില്ല. പിന്നെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന്. എന്നിട്ട് ചോദിച്ചു ബിഗ് ബോസ് ഞാൻ തുറന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞോളൂ അതിനാണ് വിളിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കുള്ള ആൾക്കാരുടെ പ്രതികരണം, കാരണം PR ഒക്കെ ഓരോരുത്തർക്കും ഉള്ളതിൻ്റെ സ്ഥിതിക്ക് എന്നെ കരിവാരി തേക്കുമോ, അതെൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ട് ബിഗ് ബോസ്. കാരണം പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ ഏത് രീതിയിലാണ് ഇനി എൻ്റെ ഇത് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. അപ്പം ബിഗ് ബോസ് പറയുന്നു അതിലൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, ആശങ്ക മാറ്റി വെക്കൂ, എന്നിട്ട് ഫിനാലെ എത്താനായി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. ഞാനിവിടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഞാൻ ജെന്യൂനായിട്ടാണ് നിന്നതെന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഇതുവരെ നിങ്ങളെ എത്തിച്ചത് എന്ന് പറയുന്നു. അപ്പം ബിഗ് ബോസിനോട് പറയുന്നു അതേ ബിഗ് ബോസ്, അതാണൊരു സന്തോഷം. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അക്ബർ ഒരു കണ്ണാടി നോക്കിയാൽ എന്താണ് അക്ബറിന് തോന്നുന്നതെന്ന്. അപ്പം പറഞ്ഞു എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് തോന്നുന്നു, ഞാൻ ജെന്യൂനായിട്ടാണ് കളിച്ചിരിക്കുന്നത്. പിന്നെ പല പ്രശ്നത്തിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ചില പ്രശ്നങ്ങളിലൊന്നും ഇടപെടണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, ശരിയുടെ ഭാഗത്ത് മാത്രമാണ് ഞാൻ നിന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് പ്രൗഡ് തോന്നുന്നെന്ന് പറയുന്നു. എന്നിട്ട് അക്ബർ പറയാണ് ബിഗ് ബോസ് എനിക്ക് ടെൻഷനെന്ന് വെച്ചാൽ വലിയ വലിയ കാശ് ടീമുകൾ നമ്മളെ കരിവാരി തേക്കാൻ പൈസ കൊടുത്ത് പലതും ചെയ്യും, അതാണ് എനിക്കൊരു ടെൻഷൻ. പ്രവാസിയുടെ ഒരവസ്ഥയാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് അക്ബർ ഭയപ്പെടുന്ന എന്തിനാണ്, നമ്മളുടെ കഴിവുകളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. ഇനിയും ഫിനാലയിലെത്താൻ കുറച്ച് ദിവസമേ ഉള്ളൂ, അത് ഇതാക്കിയിട്ട് കളിക്കുക, മനസ്സിലെ ടെൻഷനൊക്കെ മാറ്റുക, ആശങ്കകളൊക്കെ മാറ്റാൻ ബിഗ് ബോസ് പറയുന്നു. എന്നിട്ട് പറയുന്നു പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞാൽ പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, പിന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, എൻ്റെ നിന്ന് ഒരുപാട് തെറ്റുകൾ ഇവിടെ പറ്റിയിട്ടുണ്ട്, ഗെയിമിൻ്റെ പേരിലാണെങ്കിലും എല്ലാം. പിന്നെ എന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ ചൊറിയാൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചൊറിഞ്ഞിട്ടുണ്ട്, അല്ലാതെയൊക്കെ എൻ്റെ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റ് ചെയ്യാത്ത മനുഷ്യനല്ല. പക്ഷെ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. പുറത്തിറങ്ങിയിട്ട് ഓരോ വ്യക്തികളോടും എനിക്ക് ചിലപ്പം എൻ്റെ ക്ഷമ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാവരും കാണുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് ഫൈനലിൽ എത്തണമെന്നുണ്ട്, വിന്നർ ആവണമെന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ എനിക്കിനിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് അക്ബർ പറഞ്ഞത്. എന്നിട്ട് ബിഗ് ബോസിന് നന്ദിയും പറഞ്ഞ് പോയി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.